ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയായിരുന്നു. ഇവിടെ എപ്പോൾ മുട്ടക്കറി വെച്ചാലും എൻ്റെ മക്കൾ പറയുന്നത് സവാള ഇടാതെ മുട്ടക്കറി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ്. അവർക്ക് ഈ മുട്ടക്കറിയിലായാലും ഏത് കറിയിലായാലും സവാള കടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഇതേ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മുട്ടയ്ക്ക് പകരം 2 മുട്ടകൾ വരെ പോകുന്ന ദിവസമുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടമാകുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും കഴിക്കാമെന്നേ. അപ്പോൾ നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോയാലോ. അപ്പോൾ ഒരു പാൻ എടുത്ത് അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ചേർത്തത്. ഓയിലിലേക്ക് നമുക്കിനി ഒരു 2 സവാള ഒന്ന് വലുതായിട്ട് അരിഞ്ഞ്, അതുപോലെ ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു തക്കാളിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണേ. അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തോളൂ. നന്നായിട്ടൊന്ന് കുക്കായി കഴിയുമ്പോൾ ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് നന്നായിട്ടൊരു സ്മൂത്ത് പേസ്റ്റ് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. കുട്ടികൾക്ക് രാവിലെ കാപ്പിക്ക് എന്ത് കൊടുക്കും, ഉച്ചയ്ക്ക് ചോറിന് എന്ത് കൊടുക്കും? വീട്ടിലെ വലിയ ആൾക്കാർ ഒരു പ്രശ്നമില്ല കേട്ടോ. എന്താ നമ്മൾ പാകം ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരത് കഴിക്കുമല്ലോ. കുട്ടികൾക്കാണ് എപ്പോഴും പ്രശ്നങ്ങൾ. അവർക്ക് ഒരുപാട് സജഷൻസാണ്. എന്തായാലും നല്ല സ്മൂത്തായിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുത്ത പേസ്റ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിലേക്ക് തന്നെ കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചോപ്പ് ചെയ്തെടുത്ത ഗാർലിക്കും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഇത്രയും പൊടികൾ മതി കേട്ടോ. ഇനി ഈ പൊടികളെല്ലാം ആ എണ്ണയിലും ബട്ടറിലും ഒന്ന് മൂത്ത് വരുമ്പോൾ തന്നെ നല്ലൊരു മണം വരും കേട്ടോ. നന്നായിട്ട് ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഒരുപാട് ബാക്കിയുണ്ടാവും. അതും കൂടി നമുക്കൊന്ന് കഴുകി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണേ. നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്കിതിനകത്തേക്ക് 2 സ്ലൈസ് ചീസ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ 2 ചേർക്കുന്നുള്ളൂ, നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. 2 സ്ലൈസ് ചീസ് ഇട്ട് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ആ ചീസെല്ലാം ഒന്ന് മെൽട്ടായി കുറച്ച് ഓയിലൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. ഇപ്പോൾ ഇനി നമുക്ക് വേണ്ടത് നല്ല പുഴുങ്ങിയെടുത്ത മുട്ടയാണ്. മുട്ട നമുക്ക് ഒന്ന് കുറച്ച് കട്ടുകൾ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ആ മുട്ടയ്ക്ക് അകത്തേക്കൊക്കെ നന്നായിട്ട് ആ അരപ്പ് നന്നായിട്ട് പിടിക്കും കേട്ടോ. അതിനായിട്ടാണ് ഒന്ന് കട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട അടുത്ത മെയിൻ സാധനമാണ് മൊസറല്ല ചീസ്. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, നിങ്ങളുടെ കയ്യിൽ ഒരുപാടുണ്ടെങ്കിൽ ഒരുപാട് ചേർത്തോളൂ കേട്ടോ. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചാൽ നമ്മുടെ ചീസൊക്കെ ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കണം.